നമസ്കാരം. ഇവിടെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി അവരോധിക്കപ്പെട്ട സമയം മുതൽ തന്നെ തുടക്കം മുതൽ തന്നെ ഇവിടെ സംഘപരിവാരത്തിന് വല്ലാത്ത ഒരു അസ്വസ്ഥതയുണ്ട്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കെ സുരേന്ദ്രൻ ഇപ്പോൾ മാത്രമല്ല ഇതിനു മുൻപും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് ജയിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു സീറ്റായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് കെ സുരേന്ദ്രൻ ആ ഒരു സീറ്റ് ഇത്തവണ നഷ്ടപ്പെട്ടത് എന്നുള്ളത് ഒരുപക്ഷെ കെ സുരേന്ദ്രൻ ഈ ഒരു അന്വേഷണ കമ്മീഷനെ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള ഘടകവുമായി സംസാരിക്കേണ്ടത് ആവശ്യമാണ്. കാര്യം അത്ര കുറഞ്ഞ വോട്ടിനായിരുന്നു കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ പരാജയപ്പെട്ടത്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് അന്വേഷിക്കാൻ കെ സുരേന്ദ്രൻ ബാധ്യസ്ഥനാണ് എന്നുകൂടി പറഞ്ഞു വെച്ചുകൊണ്ട് ബാക്കി നോക്കാം. കെ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട, ഇതിനു മുമ്പും പറഞ്ഞു, കേരളത്തിലേക്ക് ഒരു മുഖ്യമന്ത്രി തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് ഹൈക്കമാൻഡ് അങ്ങനെ ഒരു തീരുമാനം അറിയിച്ചാൽ ആ മുഖ്യമന്ത്രി നേരെ വരുന്നത് ഗവർണറെ കാണാനോ അല്ലെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തേക്കായിരിക്കില്ല, മറിച്ച് പാണക്കാട് തറവാട്ടിലേക്കായിരിക്കും എന്നായിരുന്നു കെ സുരേന്ദ്രൻ പറഞ്ഞത്. കാരണം വേറൊന്നുമല്ല, മുസ്ലിം ലീഗിനോട് അത്ര താതാത്മ്യം പ്രാപിച്ചുകൊണ്ടാണ് ഈ പറയുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നിലനിൽക്കുന്നത്. അപ്പോൾ മുസ്ലിം ലീഗിന് ഉയർത്തിക്കൊണ്ടുവരുന്ന ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കുകയും എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിനോട് താല്പര്യപ്പെടുന്നതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി പറയുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാനും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനും വേണ്ടിയായിരിക്കും എല്ലാ കാലത്തും UDF സർക്കാരിനെ രൂപീകരിക്കുക എന്നുള്ളത് പറയാതെ പറഞ്ഞു വെക്കുകയാണ് കെ സുരേന്ദ്രൻ ചെയ്യുന്നത്. ഇത്തവണയും ആ തെരഞ്ഞെടുപ്പിന് ശേഷം വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി വാഴ്ത്തി അല്ലെങ്കിൽ അങ്ങനെ അവരോധിച്ചതിന് ശേഷവും കെ സുരേന്ദ്രൻ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്നു. അതായത് 63 സീറ്റ് നേടി വിജയിച്ച കോൺഗ്രസിനേക്കാൾ സ്വാധീനം ഹൈക്കമാൻഡിലുള്ളത് വെറും 22 സീറ്റ് നേടിയ മുസ്ലിം ലീഗിനാണ് എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആരോപണം കെ സുരേന്ദ്രൻ ഉന്നയിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ 47 MLA-മാരുടെ പിന്തുണയുണ്ടായിരുന്നു കെ.സി. വേണുഗോപാലിന്. എന്നാൽ അതിൽ വളരെ കുറച്ച് പിന്തുണ മാത്രമാണ് വി.ഡി. സതീശനുണ്ടായിരുന്നത്. എന്നിട്ട് കൂടിയും ഈ മുസ്ലിം ലീഗ് പറയുന്നത് കേട്ടിട്ടായിരുന്നു, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾക്ക് താല്പര്യം വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നതിനായിരുന്നു. അവർ ഈ കാര്യങ്ങളെല്ലാം ഹൈക്കമാൻഡിനെ വളരെ വ്യക്തമായി അറിയിക്കുകയും ചെയ്തിരുന്നു. ഞങ്ങളുടെ താല്പര്യം, ഞങ്ങൾക്ക് നിങ്ങൾ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നതാണ് എന്നുള്ള കാര്യം മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ അതുകൂടി പരിഗണിച്ചിട്ടാണത്രേ ഈ ഹൈക്കമാൻഡ് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാകാൻ തീരുമാനിച്ചത്, അല്ലെങ്കിൽ ആക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇനിയിപ്പോൾ ഭരണപരമായ ഏറ്റവും അധികം അല്ലെങ്കിൽ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു വിഭാഗമായി അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയായി മുസ്ലിം ലീഗ് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സുരേന്ദ്രൻ്റെ കണ്ടെത്തൽ. അപ്പോൾ അതായത് UDF ആണ് അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ വി.ഡി. സതീശനാണ് അധികാരത്തിലിരിക്കുന്നത് എങ്കിൽ കൂടിയും ഇവിടെ മുസ്ലിം ലീഗ് ആയിരിക്കും ഭരണം നടത്തുക എന്നുള്ള രീതിയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഇതെന്തുകൊണ്ടാണ് കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കന്മാർ ഈ രീതിയിൽ മുസ്ലിം ലീഗിനെ കുറ്റം പറയുന്നത് എന്ന് ചോദിച്ചാൽ, അവരുടെ സ്ഥാപിതമായ അല്ലെങ്കിൽ അവരുടെ സ്ഥാപിത താല്പര്യം അത് തന്നെയാണ്. ഇവിടെ ഒരു ന്യൂനപക്ഷങ്ങളെയും ഭൂരിപക്ഷത്തെയും അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിനിടയിൽ ഒരു തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക. വസ്തുത എന്ന് പറയുന്നില്ല, തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക. ഇതാണ് കെ സുരേന്ദ്രൻ ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായും മുസ്ലിം ലീഗ് അടക്കമുള്ള ന്യൂനപക്ഷ സംഘടനകൾക്ക് ഈ രീതിയിലൊരു താല്പര്യം വി.ഡി. സതീശനോട് തോന്നി വി.ഡി. സതീശനെ ജയിപ്പിച്ചത് അവരുടെ താല്പര്യാനുസൃതമാണ് എന്ന് വരുത്തി തീർക്കുമ്പോൾ ഒരു വരുന്ന ഭൂരിപക്ഷത്തെ ഇവിടെ നിന്നും ഭിന്നിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് ഇതിലൂടെ BJP-യിലേക്ക് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ആകമാനം വോട്ട് എത്തിപ്പെടും എന്നുള്ള ഒരു തോന്നൽ ഇവിടെ കെ സുരേന്ദ്രനിലേക്കുണ്ട്. വോട്ടത്തിലൊക്കെ പിന്നീട് ഈ വരുന്ന 5 വർഷക്കാലം അവർ പരമാവധി പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഇത് തന്നെയായിരിക്കും. ഇനി മറ്റൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ, ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാം, ഇവിടെ ഇനിയും ഏറ്റവും സുപ്രധാനമായ വകുപ്പുകൾ കൂടി ഇവർക്ക്, അതായത് മുസ്ലിം ലീഗിന് നൽകിക്കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ഒരു പ്രചരണത്തിൻ്റെ ശക്തി അവിടെ വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് പറഞ്ഞത് 63-നേക്കാൾ വലുതാണ് 22 എന്നുള്ള, അല്ലെങ്കിൽ 22-നേക്കാൾ താഴെയാണ് 63 എന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു വയ്ക്കുന്നതിന് കാരണം അതാണ്. അപ്പോൾ എന്നിട്ട് പിന്നെ പറയാണ്, കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നിയന്ത്രണം ഡൽഹിയിലല്ല മറിച്ച് പാണക്കാടാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്നു. ഇതിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പിന്നെന്താ, ഇതോടൊപ്പം തന്നെ ഈ പറയുന്ന മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു മതജില്ല എന്ന് പറയുന്ന ആശയം
നേടിയെടുക്കാനും സാധിക്കും എന്നുള്ളതാണ്. ഏറെക്കാലമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മലപ്പുറം എന്ന് പറയുന്ന ജില്ലാ വിഭജനം. അതായത് മലപ്പുറം ജില്ലയെ മതാടിസ്ഥാനത്തിൽ വിഭജിച്ചുകൊണ്ട് അതിനെ രണ്ടാക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു ആവശ്യം ഏറെക്കാലമായി ലീഗുകാർ കൊണ്ടു നടക്കുന്നു, അല്ലെങ്കിൽ മുസ്ലിംസ് കൊണ്ടു നടക്കുന്നു, മലപ്പുറംകാർ. ആ ഒരു കാര്യം ഇത്തവണ വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നതിലൂടെ മുസ്ലിം ലീഗ് നേടിയെടുക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, സംഘപരിവാർ സംഘടനകളെ അല്ലെങ്കിൽ BJP ആണെന്നുണ്ടെങ്കിലും RSS ആണെങ്കിലും സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ പറഞ്ഞ SNDPയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ആയിരുന്നാൽ തന്നെയും അവർക്കൊക്കെ ഒരു പൊതു താല്പര്യം മലപ്പുറത്തോട് വല്ലാത്ത ഒരു അലർജിയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു മതാടിസ്ഥാനത്തിൽ മലപ്പുറം വിഭജിക്കപ്പെടുകയും അവിടെ മറ്റൊരു ജില്ല കൂടി ഉണ്ടാകാൻ പോകുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രചരണം വളരെ കാലത്തിന് മുൻപ് തന്നെ തുടങ്ങിയതാണ്. എന്നാൽ അവരതിനു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തവണ ഈ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകുമ്പോൾ അത് നടപ്പിലാക്കിയെടുക്കാൻ എളുപ്പമാകും എന്നുള്ളതാണ് ഈ കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കന്മാരുടെ പുതിയ രീതിയിലുള്ള കണ്ടെത്തൽ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭൂരിപക്ഷ സമുദായത്തിനിടയിൽ ഒരു ആശയക്കുഴപ്പമുണ്ടാകുകയും ഭൂരിപക്ഷ സമുദായം ഒന്നാകെ തന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എതിരായി തിരിയാനുള്ള സാഹചര്യമുണ്ട്. ഇവിടെ നിലവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സുകുമാരൻ നായർ ഇപ്പോൾ നിൽക്കുന്നത് ഈ പറയുന്ന കോൺഗ്രസിന് എതിരായ ഒരു സമീപനത്തിലാണ്. കോൺഗ്രസിനെതിരെന്ന് മൊത്തത്തിൽ പറയാൻ കഴിയില്ലെങ്കിൽ തന്നെയും വി ഡി സതീശന് എതിരായിട്ട് തന്നെയാണ്. എന്തുകൊണ്ടാണ് വി ഡി സതീശനെതിരായത്? ഇവിടെ മുസ്ലിം ലീഗിൻ്റെ താല്പര്യപ്രകാരം മുഖ്യമന്ത്രി ആക്കിയത് കൊണ്ടാണ് അവിടെ വി ഡി സതീശനോട് താല്പര്യക്കുറവുള്ളത്. പൊതുവേ വി ഡി സതീശൻ പുലർത്തിപ്പോരുന്ന ഒരു ന്യൂനപക്ഷ പ്രീണന സമീപനമുണ്ട്. അത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ ഒട്ടാകെ അദ്ദേഹം ഇപ്പം വലിയ മതേതരവാദിയാണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഈ തെരഞ്ഞെടുപ്പിനിടയിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് ആവശ്യമില്ലാതെ കുത്തിയിളക്കിക്കൊണ്ട് വന്ന പല വാക്കുകൾ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വാക്കുകൾ തന്നെയായിരുന്നു. അതോടൊപ്പം ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരുന്നു അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നത്. അതിലൂടെ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണം സംഭവിക്കാൻ അല്ലെങ്കിൽ നടത്തിയെടുക്കാൻ വി ഡി സതീശനെ പോലൊരു നേതാവിന് കഴിഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ മിടുക്കാണ് എന്ന് പറയേണ്ടി വരും. അതായത് മതാടിസ്ഥാനത്തിൽ കേരളത്തിലെ വോട്ടുകളെ കൃത്യമായി ഭിന്നിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അത് ഈ പറയുന്ന ചില ദുരാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടും ചില കള്ളത്തരങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടും തന്നെയാണ് വി ഡി സതീശൻ അത്തരം നേട്ടങ്ങളിലേക്ക് എത്തിയത് എന്ന് നമുക്ക് കാണേണ്ടി വരും. വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. അപ്പോൾ അതിനെ സംഘപരിവാറുകാർ കൃത്യമായി എതിർക്കുകയും ചെയ്യുന്നുണ്ട്. സംഘപരിവാരം ആ രീതിയിൽ അതിനെ കാണുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ഇതുണ്ടാക്കി വെക്കാൻ പോകുന്ന ഒരു അപകടകരമായ സാഹചര്യം കേരളത്തിലുണ്ട്. അത് പക്ഷേ പ്രതിരോധിക്കപ്പെടേണ്ടതാണ്. ഇങ്ങനെ ഈ രീതിയിൽ ഒരു മുസ്ലിം ലീഗിനെതിരായി സംഘപരിവാർ നടത്തുന്ന രീതികൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഇത്തരം രീതികൾ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഇനി വരാൻ പോകുന്ന തലമുറ, നമുക്കറിയാം പണ്ട് കാലത്തുണ്ടായിരുന്ന അത്രയും മതേതര ബോധം, പണ്ടെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10 വർഷത്തിന് മുൻപുണ്ടായിരുന്ന ഒരു മതേതര ബോധമല്ല ഇന്ന് നമ്മുടെ കേരളത്തിലെ ജനവിഭാഗത്തിലും വളർന്നു വരുന്ന തലമുറയുടെ ഉള്ളിലുള്ളത്. അവരെല്ലാവരും ഈ പറയുന്ന ഒരു ഭൂരിപക്ഷ അല്ലെങ്കിൽ വർഗീയത എന്ന് പറയുന്ന ഒരു സാധനത്തെ അവർ തലയിൽ അരച്ച് തേച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ കുറച്ചുകൂടെ ആഴത്തിൽ കുട്ടികളുടെ ഇടയിലും ചെറുപ്പക്കാരുടെ ഇടയിലും പ്രചരിപ്പിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം BJP നേടിയെടുക്കാനുള്ള സാഹചര്യം കൂടിയുണ്ട്. അതിലൂടെ ആയിരിക്കണം, അല്ലെങ്കിൽ ആ രീതിയിലൊരു വർഗീയ പരാമർശങ്ങളിലൂടെയും വർഗീയ തോതുകളിലൂടെയും വളർന്നു വരേണ്ട ഒന്നാണ് സംഘപരിവാർ സംഘടന എന്നുള്ള ബോധ്യം ഈ പറയുന്ന എല്ലാ നേതാക്കന്മാർക്കും ഉണ്ടെന്നേ. അതുകൊണ്ട് തന്നെയാണ് അവരതിനെ വളർത്തിയെടുക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ രീതിയിൽ മുസ്ലിം ലീഗിനെ വേണ്ടിയിട്ടാണ് ഇത്തവണ UDF സർക്കാർ പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്ന ഒരു ആക്ഷേപം എല്ലാ കാലത്തും ഉണ്ടാകും. ഈ 5 വർഷക്കാലവും വി ഡി സതീശന് ഒരു എളുപ്പമില്ലാതിരുന്ന് കേൾക്കേണ്ടി വരും ഈ ആരോപണം സംഘപരിവാരത്തിൻ്റെ വായിൽ നിന്ന്. അത് പറയുന്നത് കെ സുരേന്ദ്രൻ മാത്രമായിരിക്കില്ല. ഇനിയിപ്പം ശശികല രംഗത്തിറങ്ങും, അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ രംഗത്തിറങ്ങും. അങ്ങനെ ഓരോരുത്തരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രസ്താവനകളുമായി ഒന്നിനു പിറകെ ഒന്നായി ഈ മന്ത്രിസഭയുടെ കാലാവധി തീരും വരേക്കും ഈ ഒരു ആരോപണം ഉണ്ടാവുകയും ചെയ്യും. അതോടൊപ്പം ഇവിടെ നടക്കാൻ പോകുന്ന ഏതൊരു പ്രീണന നയത്തിനും ഈ രീതിയിലുള്ളൊരു നിറം കൂടി ചാർത്തി കൊടുക്കുകയും ചെയ്യും എന്നുള്ളതാണ് ശരി.